ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരു ചെറിയ മിനി വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. മിനി വ്ളോഗല്ല, കുറച്ച് ക്ലീനിങ്ങും പിന്നെ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതല്ല, പക്ഷേ നല്ല പനിയും ത്രോട്ട് പെയിനും ഒക്കെ ആയ കാരണം പുതിയ വീഡിയോസ് എടുക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. സൗണ്ടിലൊക്കെ ഉള്ള ഡിസ്കംഫേർട്ട് ഇതുകൊണ്ടാണ്. ത്രോട്ട് പെയിനും ഉണ്ട്, നല്ല തലവേദന എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ഒരു ദിവസം ഈവനിങ്ങിൽ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട്, ഞങ്ങൾക്ക് രാത്രി എല്ലാവരും ഇവിടെ ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പം ഞാനത് ഈവനിങ്ങിലെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെക്കും. അപ്പം ആ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ വിചാരിച്ചു ഒന്ന് റൂമൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ആക്കിയിട്ടിടാം. ഞാൻ പിറ്റത്തെ ദിവസം ക്ലീൻ ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഈവനിങ്ങിൽ എന്തോ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞ് ടൈം ഉണ്ടായപ്പോൾ വിചാരിച്ചു ഇപ്പം തന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. സ്റ്റഡി ടേബിളിലും പിന്നെ അതുമോൻ്റെ മദ്രസിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മദ്രസ ബുക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ബാഗൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ്. പിന്നെ ജനലിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു കമ്പി ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അതിലായിരുന്നു ഡെയിലി ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തിരുന്ന ബാഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി നല്ല ജനലൊക്കെ ഒന്ന് നല്ല ക്ലീനാക്കി ജനലിൽ നിന്ന് നന്നായിട്ട് ലൈറ്റ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാഗ്സൊക്കെ ഞാൻ അൽമാറയിലേക്ക് വെക്കുകയാണ്. ഹിൽബേബിൻ്റെ ബാഗ് പിന്നെ ഞാൻ അവൻ്റെ ക്ലാസ് കഴിഞ്ഞ ടൈമിൽ വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അലമാരൊക്കെ ആകെ ഓർഡർ തെറ്റിയിട്ടുണ്ട്. അതിനി പനിയൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം ഓർഡർ ആക്കി വെക്കാൻ. ഈ ഒരു ഷെൽഫ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷെൽഫാണ്. പിന്നെ എന്താ ആ ഷെൽഫിൻ്റെ മേലെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ അത് കുറേ ദിവസമായിട്ട് അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരേ സംഭവം ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു നീറ്റ്നെസ്സൊക്കെ മിസ്സാവുമല്ലോ. അങ്ങനെ അതിൻ്റെ ഭംഗിയൊന്ന് മാറിയ പോലെ ഉണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം വേറെ ഒരു ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഷോ പീസ് അവിടെ വെക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ ഇത് ഞാൻ ഡാബർ ഹണീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തേനിൻ്റെ ബോട്ടിലാണ്. അതിൽ ഇങ്ങനെ ജൂട്ടും പിന്നെ പേപ്പർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത പേപ്പേഴ്സൊക്കെ വെച്ച് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇതേ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഹിൽബേബിൻ്റെ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യാനാണ് അടുത്ത പ്ലാൻ. ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ക്ഷീണമോ നമുക്ക് കുടുങ്ങിയാലൊരു മടി വരും. ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റിൽ ക്ലീനിങ്ങൊക്കെ ചെയ്യും. അപ്പോൾ അതായത് ഹിൽബേബിൻ്റെ സ്റ്റഡി ടേബിളിലാണ് ആദുമോൻ്റെ അബാക്കസിൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന ബാഗും അതിൻ്റെ ബുക്സൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ബാഗിൽ സെറ്റാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞത് എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ ഹിൽബേബി തന്നെ പരത്തിയിട്ടിട്ടുണ്ട്. അത് അവൻ്റെ ഒരു പഴയ പൗച്ചാണ് കേട്ടോ. അത് ഒരു കാറിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ കളറൊക്കെ പോയി ഒരു വിധമായിട്ടുണ്ട്. എന്നാലും അത് ഒഴിവാക്കാൻ അവന് സമ്മതിക്കില്ല. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതേ അവൻ തന്നെ അവിടെയും ഇവിടെയും കൊണ്ട് ഇടുന്ന ക്രയോൺസും റേസർ അങ്ങനെ പല സംഭവങ്ങളും ഞാൻ അടിച്ചു വരുമ്പോഴൊക്കെ കിട്ടുന്നത് ആ ഒരു ഗ്ലാസ്സിൽ അങ്ങനെ വെക്കലാണ്. അതിൽ സ്റ്റഡി ടേബിളിൽ തന്നെ വെക്കുന്ന ഒരു ഗ്ലാസ്സാണത്. അതിലങ്ങനെ ഇട്ട് വെക്കലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. കളേഴ്സൊക്കെ വെക്കുന്നൊരു ബോക്സ് ഉണ്ട് അവൻ്റെ കയ്യിൽ. ആ ബോക്സിലേക്ക് ക്രയോൺസൊക്കെ ഇട്ട് വെക്കുക. പിന്നെ എറേസർ ഷെൽഫിലെടുത്ത് വെച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ക്ലീനാക്കി വെക്കുകയാണ്. അങ്ങനെ ഇതേ പാടുപെട്ട് ഒരുവിധം ഹിൽബേബിൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എത്ര നേരം ഇത് ഇത്ര ക്ലീനായിട്ട് നിൽക്കുന്നൊന്നും അറിഞ്ഞൂടാ, എന്നാലും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേ ആദുമോൻ്റെ സ്റ്റഡി ടേബിളും എൻ്റെ വർക്ക് സ്പേസും ആയിട്ടുള്ള ആ ഒരു ടേബിളുണ്ടല്ലോ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലും ഇതുപോലെ അവൻ്റെ എക്സാമിൻ്റെ ബോർഡ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എക്സാം ബോർഡ് ഇനിയിപ്പോൾ ആവശ്യമില്ല. സ്കൂളിലെ എക്സാമും കഴിഞ്ഞ് മദ്രസിലെ എക്സാമും ഇതോടുകൂടി കഴിഞ്ഞു. ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത എക്സാം നെക്സ്റ്റ് ഓഗസ്റ്റിലൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോഴത്തേന് ഇനി അത് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബുക്സൊക്കെ വെക്കുന്ന ഷെൽഫിൽ ഏറ്റവും താഴെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതേ എൻ്റെ പ്ലാനർ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ച ശേഷം നന്നായിട്ട് അടിച്ച് വാരിയിടാണ്. ഇന്ന് ഞാൻ തുടയ്ക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഈവനിങ് ടൈമല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കുകയാണ്. തുടയ്ക്കൽ പിന്നീടാക്കാമെന്ന് കരുതി. അങ്ങനെ അതേ പൊടികളും പേപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പ്ലാനറിൽ കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്തു.
അങ്ങനെ അതെ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. റൂമൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് ബൈൻഡിങ് ആണ്. ബുക്ക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നെയിം സ്ലിപ്പിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നെയിം സ്ലിപ്പ് ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുന്ന ആ ഒരു ഡയറിയിൽ തന്നെയാണ്. അപ്പോൾ അത് മറ്റു കാര്യങ്ങളായിട്ട് ഇങ്ങനെ മിക്സായിട്ട് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുമാൻ്റെ മദ്രസിലെ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ബുക്കിൽ കുറച്ചധികം പേപ്പേഴ്സ് ബാക്കിയുണ്ട്, പേജസ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു ബൈൻഡ് ചെയ്ത് പുതിയൊരു ബുക്കാക്കിയിട്ട് ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബുക്ക് സ്വയം ബൈൻഡ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് സംഭവം നമുക്കൊരു 20-25 രൂപ കൊടുത്താൽ നല്ലൊരു അടിപൊളി ബുക്കൊക്കെ കിട്ടും. ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വാളിറ്റിയുള്ള ബുക്ക് കിട്ടും. പക്ഷെ അത് നമ്മൾ സ്വയം ചെയ്തെടുക്കുമ്പോൾ അതിന് വേറൊരു എന്താ പറയുക, ഒരു മനസ്സംതൃപ്തിയൊക്കെ കിട്ടുമല്ലോ, ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു സ്വയം ബൈൻഡ് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ അവൻ്റെ പഴയ ബുക്ക്സ് എടുത്തിട്ട്, മദ്രസിലെ ബുക്ക്സ് എടുത്തിട്ട് അതിൽ നിന്ന് എഴുതിയിട്ടില്ലാത്ത പേജസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ബൈൻഡ് ചെയ്യാനായതുകൊണ്ട് സിംഗിൾ പേജസ് എടുക്കണില്ല കേട്ടോ. ഇങ്ങനെ 2 പേജസ് ഇങ്ങനെ കൂടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തത് മാത്രമേ എടുക്കുന്നുള്ളൂ. സിംഗിൾ പേജസ് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതുമോനും ഹിൽ ബേബിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എഴുതി കളിക്കുന്നൊക്കെ സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ സ്കെച്ച് പെന്നോ ഒക്കെ എടുത്തിട്ട് എഴുതി കളിക്കും. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സിംഗിൾ പേജസ് ഞാനിങ്ങനെ കീറിയെടുത്ത ബാക്കി സിംഗിൾ പേജസ് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് 2 കൂടിയിട്ടുള്ള ഷീറ്റായിട്ടുള്ളത് ഞാൻ ബൈൻഡ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2-3 ബുക്ക് ഉണ്ടായിരുന്നു മദ്രസ, അപ്പോൾ അതിൽ നിന്നൊക്കെ ബാക്കിയുള്ള പേജസ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. അതിങ്ങനെ ഓരോന്നും വേറെ വേറെ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ബണ്ടിലായിട്ടാണ് ഇപ്പം ഞാൻ അതിൽ നിന്ന് സ്റ്റാപ്ലർമെന്ന് എടുത്തപ്പോൾ ഓരോ ബണ്ടിലായിട്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്ന് വേറെ വേറെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഫോൾഡ് ചെയ്ത ഭാഗം, ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടാവില്ല ഇങ്ങനെ മടങ്ങി നിൽക്കുന്നത്, അത് നന്നായിട്ട് പ്രസ്സാവാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട്, സ്റ്റീലിൻ്റെ സ്കെയിലാണ് എൻ്റെ കയ്യിലുള്ളത്, അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ഒരേ സൈസായിട്ട് അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര അവിടെയും ഇവിടെയും പൊന്തിയും താഴ്ന്നും ഒക്കെ അങ്ങനെ നിൽക്കും. അപ്പം നല്ല ലെവലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിത് 2 റെക്കോർഡ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അനിയത്തിൻ്റെ ബുക്കാട്ടോ, അവളെ +2 സയൻസിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന റെക്കോർഡ് ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ബുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള 2 റെക്കോർഡ് ബുക്കാണ്. അപ്പോൾ ആദ്യം ഒരു റെക്കോർഡ് ബുക്ക് വെച്ചു. അതിൻ്റെ മേലെ നമ്മുടെ പേപ്പേഴ്സ് നല്ല കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ അടുത്ത റെക്കോർഡ് ബുക്ക് വെക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് തന്നെ ഞാൻ കുറേ ടൈം എടുത്തിട്ടാട്ടോ ഇത് കറക്റ്റായിട്ട് വെക്കുന്നത്. കാരണം അതൊരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ പിന്നെ ഒരു ഗമ്മ് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോവും, എന്താ പറയുക, അതിൻ്റെ ഒരു നീറ്റ്നെസ് മിസ്സാവും. പിന്നെ അത്ര നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ആദ്യം വെക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് വെച്ചിട്ട് ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സാധാരണ ഗമ്മിനേക്കാളും ഫെവിക്കോളാണ് കേട്ടോ അവിടെ ഒന്നുകൂടി നന്നാവുക. നല്ല തിക്ക് ലെയറായിട്ട് തന്നെ, ഞാനൊരു നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, നല്ലോണം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ. ബാക്കി വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ നെക്സ്റ്റ് ഡേ ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ടുള്ള വെയിറ്റിന് വെച്ചിട്ടുള്ള ബുക്കൊക്കെ മാറ്റി ഈ റെക്കോർഡിൽ നിന്ന് അത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാനതേ നമ്മുടെ സ്റ്റീൽ സ്കെയിൽ വെച്ചിട്ടൊക്കെയാണ് ഞാനത് പറിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ഒന്നായിട്ട് ഗം അപ്ലൈ ചെയ്യുമ്പോൾ ആ റെക്കോർഡിൻ്റെ ആ ഒരു ഭാഗം അതിൽ ഒട്ടി നിൽക്കും. അല്ലാണ്ട് നമുക്ക് അതിലാവാതെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും അതിലാവും, അതിൽ ഒട്ടിപ്പോവുകയും ചെയ്യും. എന്നിട്ട് അത് ബുക്കിന് കേട് പറ്റാത്ത രീതിയിൽ പറിച്ചെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അങ്ങനെ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നല്ലൊരു ബുക്കിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു കവർ ചെയ്തെടുക്കണം. കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേജ് എടുത്ത ആ ഒരു നോട്ട്ബുക്കിൻ്റെ തന്നെ 2 കവറുകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം കുറച്ചൊരു തിക്കായിട്ട് കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ 2 കൂടി നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫെവിക്കോൾ വെച്ചിട്ട്. ഇതിലും ഞാൻ നന്നായിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്കതേ ഹിലുബേബി വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട്. ഇതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ സെൻറ്ററിലൊന്നും മൊത്തമായിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിലും 4 കോർണറുകളിലും അതുപോലെ 4 സൈഡിലും, ഇത് കോർണറുകളല്ല, ഇതിൻ്റെ 4 സൈഡിലും നന്നായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വന്നാൽ ആ ഒരു ബുക്കിന് വൃത്തി ഉണ്ടാവില്ല, കാണാൻ നല്ല നീറ്റായിട്ട് കിട്ടില്ല. അങ്ങനെ ഇത് നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2 കൂടി തമ്മിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് ഞാനത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വെയിറ്റിനൊരു ബുക്കും വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഉണങ്ങുന്ന വരെ.
അങ്ങനെ അത് ഉണങ്ങിയതിൻ്റെ ശേഷം അതെടുത്ത് മാറ്റിയിട്ട് അവിടെ ഞാൻ നമ്മുടെ മാസ്കിൻ ടാപ്പ് ഉണ്ടാവുമല്ലോ, മാസ്കിൻ ടാപ്പ് വെച്ചിട്ടാണ് ആ ഹോള് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മേലെയുള്ള ഹോള് അത് 2 ഇത് ഒട്ടിച്ചപ്പോൾ തന്നെ കവറായി പോയിട്ടുണ്ട്. താഴെയുള്ള ഹോള് 2 കവർമലും ഒരേ സ്ഥലത്ത് തന്നെ ഹോളായതുകൊണ്ട് അത് കവറായിട്ടില്ല. അപ്പോൾ അത് ഉൾഭാഗത്തും പുറമത്തെ ഭാഗത്തും മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം അതിൻ്റെ സെൻറ്ററിൽ 2 ലൈൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ ബുക്ക് പേജസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനുള്ള ആ 2 ലൈനും നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് അവിടെ നല്ല ഒരു ഫോൾഡിങ്ങിൻ്റെ ലൈൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ബുക്ക് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുക ഈ പേജസ്. അങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ ഗമ്മാക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഗമ്മാക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലും ഈ പേജിൻ്റെ ഒരു സൈഡിലും അതുപോലെ ഗമ്മാക്കിയിട്ട് ഞാൻ ആ ബുക്കിൻ്റെ പേജസ് അതിലേക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. ആ ഒരു സെൻറ്റർ ഭാഗം ആദ്യം കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ആ ഒരു ഫസ്റ്റ് പേജ് ആ ഒരു കവറിൽ നന്നായിട്ട് സ്റ്റിക്കാവും. അങ്ങനെ മറ്റേ സൈഡിലും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴും 4 സൈഡിലും കൃത്യമായിട്ട് ആയിട്ടുണ്ടാവും. 4 അല്ല 3 സൈഡിൽ, സെൻറ്ററിൽ ഓൾറെഡി നമ്മൾ ആക്കിയിട്ടുണ്ട്, ബാക്കി 3 സൈഡിലും കൃത്യമായിട്ട് ഗം ആക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനത് അതിൻ്റെ മേലെ നന്നായിട്ട് വെയിറ്റ് വെച്ച് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് സ്റ്റിക്കാവണം. അപ്പം ആ സമയം കൊണ്ട് ഞാനൊരു ബോക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു നെയിം സ്ലിപ്പ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോക്സ് ഉണ്ടാക്കി വെക്കണം. അതും ഗമ്മ് തേച്ചിട്ട് ഉണങ്ങാനൊക്കെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ബോക്സ് മേക്ക് ചെയ്ത് വെച്ചാൽ പാക്ക് ചെയ്ത് നെയിം സ്ലിപ്പ് ഡെലിവറി ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ബോക്സ് മേക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോക്സ് കട്ട് ചെയ്യലും ഒട്ടിക്കലും ഒക്കെയാണ്. ഈ ബോക്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ചെയ്ത ഒരു വ്ളോഗിലും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇത് ബോക്സ് മേക്കിംഗ് മാത്രമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അതുപോലെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, നമ്മുടെ അതിനെന്താ പറയുക, വുഡൻ ക്ലിപ്സ്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബോക്സ് സെക്യൂർ ചെയ്ത് കൊടുക്കൽ കേട്ടോ. അതിൻ്റെ കൂടെ ഹിൽ ബേബി വന്നിട്ട് അവൻ്റെതായ ക്രാഫ്റ്റ് പരിപാടികൾ വേറെ ഉണ്ട്. എൻ്റെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുകയാണല്ലോ അവന്. ഞാൻ കുറേ മുമ്പ് ഒരു PPTTCൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 4 ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിന് ബാക്കിൽ ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അവൻ തന്നെ വന്നിട്ട് അതുപോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ബുക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബുക്ക് ബൈൻഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ബുക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് തീമിൽ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കവർ ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. ഇവിടെ ആരോ ഗസ്റ്റ് വന്നപ്പോൾ മന്തി മേടിച്ചപ്പോൾ മന്തി അവർ നന്നായിട്ട് ലീക്കൊന്നും ആവാത്ത രീതിയിൽ ഫോയിൽ പേപ്പറിലൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരിട്ട് തന്നത് ഇതുപോലൊരു ബ്രൗൺ കവറിലായിരുന്നു. അപ്പോൾ ആ കവറ് ഞാൻ നന്നായിട്ട് കീറി പേപ്പർ പോലെ ആക്കി എടുത്ത് വെച്ചതാണ്. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ എപ്പോഴെങ്കിലും റീയൂസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോർമലി നമ്മുടെ ബുക്കൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് മക്കളുടെ ബുക്കൊക്കെ കവർ ചെയ്യുന്ന സമയത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൗണ്ടിന് ഭയങ്കര ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഞാൻ ബുക്ക് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റാപ്ലർ ചെയ്യാൻ നോക്കിയപ്പം സ്റ്റാപ്ലറിലെ പിന്ന് തീർന്നിട്ടുണ്ട്. അതിന് മേടിച്ചിട്ട് വേണം പിൻ ചെയ്യാൻ. അതുപോലെ അത് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉള്ള എൻ്റെ കരുവന്തിരത്തിയിലാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ബാഗ് പിന്നെ ഒരു ദിവസം പോയി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.